രമേഷ് സാർ എഡിറ്റർ ആയാൽ മതി. സ്കൂൾ മാഗസിൻ്റെ എഡിറ്റർ ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളെ കൊണ്ടും അധ്യാപകരെ കൊണ്ടും എന്നു വേണ്ട, അടുപ്പത്ത് നിന്ന് ചോറ് ഇറക്കി വാർത്തുകൊണ്ടിരുന്ന ചേച്ചിയെ കൊണ്ടുപോലും കവിത എഴുതിച്ച മിടുമിടുക്കൻ. ഓഫീസ് റൂമും അടുക്കളയും എന്നു വേണ്ട, സ്കൂൾ അങ്കണം മുഴുവൻ അടക്കി വാണ മാഗസിൻ. അതൊരു ബ്രഹ്മാണ്ഡ മാഗസിൻ തന്നെ ആയിരുന്നു. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ഗേറ്റിലൂടെ കയറിയിറങ്ങുന്ന വാഹനങ്ങളെക്കുറിച്ച് സെക്യൂരിറ്റി ചേട്ടൻ കവിത എഴുതാൻ നിർബന്ധിതനായി. പണ്ടേ സ്കൂളിൻ്റെ ഭാഗമായ 85കാരൻ രാവുണ്ണിച്ചേട്ടൻ കണ്ണ് കാണാൻ വയ്യെങ്കിലും പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊടുത്ത് മാഗസിൻ്റെ ഭാഗമായി. തീം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയ ഫാദർ ജെയിംസ് മാളികയിലിന് ഒരു ഉഗ്രൻ തീം പറഞ്ഞുകൊടുത്തു എഡിറ്റർ. കുമ്പസാരക്കൂട്ടിലെ തിരുരഹസ്യങ്ങൾ. കാലൊടിഞ്ഞ മാധുരി ടീച്ചറിൻ്റെ കവിത കൊറിയറായി എത്തി. ഓഫീസ് സ്റ്റാഫിനെയും വെറുതെ വിട്ടില്ല. സ്പാർക്കിൽ അടിതെറ്റിയ ക്ലാർക്ക്, മണിമുഴക്കം, കുപ്പയിലെ മാണിക്യം ഇവയെല്ലാം പിറന്നു വീണു. ഓട്ടം നിർത്താത്ത ഹെഡ് മാസ്റ്ററെ കെട്ടിയിട്ട് ആമുഖം എഴുതി വാങ്ങി. അവസാന പേജിലെ പരസ്യം കൂടി സെറ്റ് ചെയ്ത് വിയർപ്പ് തുടച്ചെണീറ്റ സാർ മാഗസിൻ പ്രിന്റിന് വിട്ട ശേഷം മുറി ഒതുക്കി. പെട്ടെന്നാണ് നല്ല പരിചയമുള്ള ഒരു തുണ്ട് പേപ്പർ ശ്രദ്ധയിൽപ്പെട്ടത്. ആകെ മൊത്തം മഷി പുരണ്ട് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. അക്ഷരം എഴുതാൻ കൈവഴങ്ങാത്ത ഒരു കുട്ടിയെക്കൊണ്ട് മഷിയിൽ വിരൽത്തുമ്പ് മുക്കി അവസാന നിമിഷം വരപ്പിച്ച വിരൽത്തുമ്പ് ചിത്രത്തിൻ്റെ ബാക്കി പത്രം. അയ്യോ, ഇത് എൻ്റെ കൈശ്വരമാണല്ലോ. അപ്പോൾ എൻ്റെ കവിത? സാറ ടീച്ചറെ, എൻ്റെ കവിത കൊടുത്തില്ലേ? മാഷിൻ്റെ ചോദ്യം ഒരു രോദനമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. രാവുകൾ പകലുകളാക്കി മാസങ്ങൾ പണിപ്പെട്ടുണ്ടാക്കിയ കവിത. ഒന്നൊഴിയാതെ മുഴുവൻ പേരും സൃഷ്ടികർമ്മം നടത്തിയ മാഗസിനിൽ താൻ മാത്രം. ഉടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തമ്പി മാഷുടെ വർണ്ണനകൾ നിറഞ്ഞ പ്രണയ കവിതകൾ പണ്ടേ രമേഷ് സാറിന് കമ്പമുള്ളതാണ്. വരികളെല്ലാം കാണാപ്പാഠം. തൽക്കാലം മുഖം രക്ഷിക്കാൻ മറ്റു വഴികളില്ല. പെണ്ണിനെ വെട്ടി കാറ്റിനെ പ്രതിഷ്ഠിച്ചു. അനുരാഗ വിലോചനയായ കാറ്റേ, അനുഭൂതി നിറയ്ക്കുന്ന കാറ്റേ, നിന്നിൽ നിറയുന്ന മൗനം കാറ്റേ, എൻ്റെ നൊമ്പരം കാറ്റേ, സ്വർണ്ണ നിറമുള്ള നിൻ്റെ ചുണ്ടുകൾക്ക് എന്തിത്ര ചുവപ്പെൻ്റെ കാറ്റേ. കാറ്റിന് സ്വർണ്ണ നിറമാണെന്നതും ചുണ്ടുകൾക്ക് ചുവപ്പ് നിറമാണെന്നതും എല്ലാവരും അംഗീകരിച്ചു. അടുത്ത വർഷവും എഡിറ്റർ ഉദ്യോഗം മാഷിൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കാനുള്ളതാണല്ലോ.